ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് നമ്മൾ ഗുരുവായൂർ പോയതിൻ്റെ ചെറിയ വ്ളോഗായിട്ട് വന്നാട്ടോ. ഞാനും അനിയത്തിയും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോകണം എന്നുള്ളത് കുറച്ച് കാലമായിട്ട്, ഒരു 3-4 മാസമായിട്ട് നമ്മളങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് സെറ്റായപ്പോൾ നമ്മളങ്ങ് പോയതാണ്. മക്കളെന്നും കൂട്ടിയില്ല, ഞാനും അനിയത്തിയും മാത്രമാണ് പോയത്. തൊഴുതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേ. അതിൻ്റെ മുന്നേ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ ഈ പുലച്ചയ്ക്ക് പോരുന്നതുകൊണ്ട് തന്നെ പുറമേക്ക് നോക്കിയിട്ട് ഒരു കാഴ്ചകളൊന്നുമില്ല. പിന്നെ വീഡിയോ എടുത്തിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ പറഞ്ഞാൽ വീട്ടിൽ നിന്ന് മാറ്റുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം മക്കളെ കൂട്ടാത്തതുകൊണ്ട്. ലൈറ്റൊക്കെ ഇട്ടാൽ പ്രശ്നമാവില്ലേ, അതുകൊണ്ട് ലൈറ്റൊന്നും ഇല്ലാതെ ഫോണിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ബാക്കി പരിപാടികളൊക്കെ കഴിച്ചെത്തിയത് കേട്ടോ. 7:45 നമ്മൾ തൊഴുത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ കുറേ നേരം ചുറ്റി നടന്ന് കാണുകയാണ് ചെയ്തത് കേട്ടോ. നമ്മൾ ഒരു ഇതിന് 3 തവണ മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ അത്ര അങ്ങ് നടന്ന് കാണാനോ തൊഴാനോ ഒന്നിനും ഉള്ള ഒരു ടൈമില്ലായിരുന്നു. എന്ന് വെച്ചാൽ മക്കളെ കൂടെയൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനെ കഴിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ ഞാനും അനിയത്തിയും മാത്രം അതിനെക്കൊണ്ട് ഞങ്ങൾ 4 നടകളിലും ഏതൊക്കെ ഭാഗത്തു കൂടെ പോകണം, എങ്ങനെയൊക്കെ വരണം എന്നുള്ള രീതിയിലുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടുവച്ചു. കാരണം ഇനിയൊരു തവണ വരുമ്പോൾ അമ്മേനെയും അനിയത്തിനെയും അമ്മേനെയും മക്കളെയൊക്കെ കൂട്ടിയിട്ടായിരിക്കും വരിക. അപ്പോൾ ഓരെയും കൂടെ കൊണ്ട് നടക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെ കാര്യം ചെയ്യാമെന്നുള്ളത് ഇന്നത്തോടു കൂടി പഠിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നെസ്കഫേൻ്റെ ഈ ഒരു ചോക്ലേറ്റ് കോഫി വാങ്ങിച്ച് കുടിച്ചു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒറ്റന്നേ മേടിച്ചുള്ളൂ കേട്ടോ. അവിടെ പൈസ കൊടുക്കണം, ഗൂഗിൾ പേ ഒന്നും എടുക്കാത്തതുകൊണ്ട്. അപ്പോൾ ഒന്നേ മേടിച്ചുള്ളൂ. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ അവിടെ ചുറ്റി നടക്കുന്നത് കാണുമായിരുന്നു. 4 നടകളിൽ കൂടെ നടന്നു. അവിടെ ഉള്ളതൊക്കെ എന്തൊക്കെയാണെന്ന് കണ്ടുവച്ചു. അത് കഴിഞ്ഞ് ഇങ്ങനെ കുളത്തിൻ്റെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കേട്ടോ പെട്ടെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹം, ആനക്കുട്ടിൽ നിന്ന് പോയാലോ. സമയമുണ്ട്, കാരണം 2 മണി കഴിഞ്ഞിട്ടാണ് നമ്മൾ കോഴിക്കോടേക്കുള്ള ബസ്സുള്ളത്. അതുവരെ നമ്മൾ വെറുതെ നിൽക്കണ്ടേ, നമ്മളാണ് നേരത്തെ തൊഴുത് ഇറങ്ങുകയും ചെയ്തു, സമയം പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടേക്ക് ഒരുപാട് ചുറ്റി നടന്ന് കണ്ടപ്പോഴാണ് ആനക്കുട്ടിൽ പോകണം എന്നുള്ള ഒരു ചെറിയൊരിത് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. എനിക്ക് ആനേനെ ഭയങ്കര ഇഷ്ടം കേട്ടോ എന്ന് വിചാരിച്ച്, ഇഷ്ടം കൊണ്ട് പേടിയില്ല എന്നുമില്ല, നല്ല പേടിയുണ്ട്, അത് വേറെ കഥ. അങ്ങനെ നമ്മൾ നടന്നു പോകാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ ചേച്ചി പറഞ്ഞു കുറച്ച് ദൂരം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടോ. അവിടെ 2 പേർക്കുള്ള ടിക്കറ്റൊക്കെ എടുത്തു. നമ്മൾ കയറി. ഒരുപാട് ആനകളുണ്ട്. കഴിഞ്ഞ ഒരു 9 കൊല്ലം മുന്നേ ഞാൻ വന്ന അമ്മണിക്ക് ചോറുണ്ട്, അന്ന് വന്നപ്പോഴുള്ള ആനകളെക്കാൾ ഇപ്രാവശ്യം ആനകളുടെ എണ്ണം കൂടുതലോ. ഒരുപാട് ആനകളുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് ഒരു ആനയുടെ ചങ്ങല വലിക്കുന്ന സൗണ്ട് കേട്ടിട്ട് ചെറുതായിട്ടൊന്ന് പേടിച്ചു. എന്നുവെച്ചാൽ ചങ്ങല വലിക്കലും എന്തൊക്കെയോ പൊളിഞ്ഞു വീണ സൗണ്ട് ഒരുമിച്ചാണ് കേട്ടെ. അതിലാകെ അങ്ങ് പേടിച്ചു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വലിയ സീനൊന്നുമില്ല. ഒരുപാട് നടന്നു. പല ടൈപ്പ് ആനകളെ, പല സവിശേഷതകളുള്ള ആനകൾ, പല സ്വഭാവമുള്ള ആനകൾ, പല ഭംഗിയുള്ള ആനകൾ, പല ആകൃതിയുള്ള ആനകൾ. ആനകളെയൊക്കെ കണ്ട് നടക്കുന്നതിൻ്റെ ഇടയിലാണ് കേട്ടോ ഞങ്ങൾ മക്കളെ ഒന്ന് വിളിച്ചാലോ ഒരു ആലോചന വന്നത്. എന്ന് വെച്ചാൽ വീഡിയോ കോൾ ചെയ്യാന്നുള്ള രീതിയിൽ കേട്ടോ. അങ്ങനെ ഒരുപാട് തവണ ട്രൈ ചെയ്ത് അച്ഛൻ്റെ ഫോണിൽ നെറ്റില്ല, റേഞ്ചില്ല, അങ്ങനെ കുറേ ചൊറകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് ഓരോ വീഡിയോ കോളിൽ കിട്ടിയപ്പം കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് കിങ്ങിണി അറിയണത് ഞങ്ങൾ ഇങ്ങനെ ഗുരുവായൂർക്ക് വന്നതാണ്, ആനക്കുട്ടിലാണ്, ആനേൻ്റെ സ്ഥലത്താണ് ഉള്ളതെന്നൊക്കെ. കിങ്ങിണി ഇതുവരെ ഗുരുവായൂർ വന്നിട്ടില്ല കേട്ടോ. കിങ്ങിണി വരികയാണെങ്കിൽ അത് ഫസ്റ്റ് ടൈം ആയിരിക്കും കിങ്ങിണി ഗുരുവായൂർ വരുന്നത്. കിങ്ങിണീൻ്റെ ചോറൂണ് നമ്മൾ മുത്തപ്പങ്കാവുന്ന കഴിച്ചത്. നമ്മൾ വരുമ്പോഴും പോകുമ്പോഴൊക്കെ പൈസ കൊടുത്തുകൊണ്ടാണ് കേട്ടോ ബസ്സിന് പോയത്. ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിന്, KSRTCക്കൊക്കെ ആണ് പോയത് കേട്ടോ. പ്രിയദർശിനി വൈകുന്നേരം 1:30 മുതൽ ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ നമുക്ക് ആ ബസ് കിട്ടിയില്ല. നല്ല തിരക്കാണ് ഉണ്ടായിരുന്നത്. നമ്മൾ വൈകുന്നേരം 3:30 ആകുമ്പോൾ പോന്നു. ഒരു 5-5:30 ആകുമ്പോൾ അവിടെ രാമനാട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. സേഫായിട്ടുള്ള ഒരു ജേണി.